നമസ്കാരം. നല്ല സമയത്തേക്കാണ് നിക്ഷേപമെങ്കിൽ വെള്ളിയും, മോശ സമയത്തേക്കാണ് നിക്ഷേപമെങ്കിൽ സ്വർണവും എന്നൊരു ചൊല്ലുണ്ട്. സ്വർണ്ണവില ഇന്ത്യയിൽ പവന് 55,000-അടുത്തെത്തി. അടുത്തത് വെള്ളിയുടെ ഊഴമെന്ന് ബുള്ളിയൻ വ്യാപാരികൾ. വ്യാവസായികമായി ഏതൊരു രാജ്യവും മുന്നേറുമ്പോൾ വെള്ളിയുടെ ആവശ്യം ഉയരും. ഇന്ത്യ വ്യാവസായിക മുന്നേറ്റ പാതയിലാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയുടെ ആവശ്യവും ഉയർന്നുകൊണ്ടേയിരിക്കും. അതറിഞ്ഞു തന്നെയാകും കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വർണത്തിനൊപ്പം വെള്ളിക്കും 10% ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത്. ലോകത്തിപ്പോൾ സ്വർണത്തേക്കാൾ 20 ഇരട്ടി വെള്ളി ശേഖരമുണ്ട്. പക്ഷേ വരും വർഷങ്ങളിൽ അത് വ്യാപകമായി കുറയും. ഒപ്പം ഉപയോഗം കൂടും. പ്രത്യേകിച്ച് സോളാർ, മെഡിക്കൽ മേഖലകളിൽ. വെള്ളിയിൽ അതിലും വലിയൊരു വിപണിയുള്ളത് ഇന്ത്യൻ സമ്പന്നരുടെ അടുക്കള പാത്രങ്ങളിലാണ്. സമ്പന്നരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പാത്രങ്ങൾ മുതൽ സ്പൂണുകൾ വരെ വെള്ളിയിലാക്കാൻ അവർ മത്സരിക്കുന്നു. അതിലുപരി അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. പഴകിയാലും വില കൂടിക്കൊണ്ടേയിരിക്കുന്നൊരു ലോകമാണ് വെള്ളി. ഉത്തരേന്ത്യയിലെ സമ്പന്നരുടെ മാത്രമല്ല, ഇടത്തരക്കാരുടെ ഭവനങ്ങളിലും വെള്ളി ഡിന്നർ സെറ്റുകൾ വിവാഹ, ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ സമ്മാനങ്ങളായി എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് കേരളത്തിലും പ്രതീക്ഷിക്കാം. ഏതൊരു കമ്മോഡിറ്റിയിലും വിലക്കയറ്റം ആരംഭിച്ചാൽ ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായും അങ്ങോട്ടെത്തും. വെള്ളിയിലും ആ മാറ്റം ഇപ്പോൾ പ്രകടമാണ്. ലോകത്ത് മൊത്തം വിൽക്കുന്ന വെള്ളിയിൽ പകുതിയിലധികവും വ്യാവസായിക ആവശ്യത്തിനാണ് പോകുന്നത്. 1995 ഒരു പവന് 5,000 രൂപ. ഇന്നത് 54,000 രൂപ. അന്നൊരു കിലോ വെള്ളിക്ക് 6,000 രൂപ. ഇന്നത് 90,000 രൂപയായെന്ന് ഓർക്കുക. 1975 1 ഔൺസ് വെള്ളിക്ക് $4.5 ആയിരുന്നെങ്കിൽ ഇന്നത് $25 മുകളിൽ. എന്നാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ വെള്ളി വില ഔൺസിന് $100 കടക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ ഇറക്കുമതി 9,000 മെട്രിക് ടൺ ആയിരുന്നു. ഇന്ത്യയിൽ വെള്ളി ആഭരണങ്ങൾ കരകൗശല വിരുതുകൊണ്ട് ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കയറ്റുമതിയിൽ ഇന്ത്യൻ വെള്ളി ആഭരണങ്ങൾ കഴിഞ്ഞ വർഷം റെക്കോർഡ് നേട്ടം കൈവരിച്ചു. സ്വർണ്ണവിലക്കയറ്റം ആഭരണ വിപണിയിൽ വെള്ളിക്കും ഗുണം ചെയ്തു. പണ്ടൊക്കെ ഒരു അരഞ്ഞാണത്തിലും കൊലുസിലും ഒതുങ്ങിയിരുന്ന വെള്ളി ആഭരണങ്ങളിൽ ഇന്ന് എത്നിക് കളക്ഷൻസ് വരെയുണ്ട്. ഇപ്പോൾ വെള്ളി ആഭരണങ്ങൾ ബാങ്കുകൾ പണയമായും സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സമ്പന്നരും അതിസമ്പന്നരും വെള്ളിക്കട്ടികൾ നിക്ഷേപങ്ങളായി വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെ അടുത്തത് വെള്ളിയുടെ നല്ല കാലം വരവായി. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.